അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമ്മളെ മുസ്തഫയുടെ തിരുപ്പ് ചീട്ട് എന്താണ്? ഉദ്ഹിയ്യത്ത് വേണ്ട എന്ന് പറയാൻ മുസ്തഫ പറയുന്ന തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് സൂറത്ത് ഹജ്ജിലുള്ള ലൻ തനാലുൽ ബിർറ ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ എന്നുള്ള ആയത്താണ്. ഇതിൽ മുസ്തഫ പറയുന്നത് ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ, ഈ ബലിമൃഗത്തിൻ്റെ മാംസരക്താദികൾ അള്ളാഹുവിങ്കൽ എത്തുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞത് അത് നിങ്ങൾ ബലി അർക്കരുത് എന്ന് നിരോധിക്കുന്ന ഉത്തരവാണ് എന്നാണ് മുസ്തഫ അതിനർത്ഥം പറഞ്ഞത്. എങ്കിൽ മുസ്തഫയോട് ചോദിക്കാനുള്ളത്, അറബി ഭാഷയിൽ ഏത് ഭാഷയിലുള്ളതുപോലെ നിഷേധം നിരോധം എന്ന രണ്ട് സംഗതിയുണ്ട്. ഇതിൽ നിഷേധം തന്നെ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? അറബി ഭാഷ അറിയുന്ന ഏത് സാധാരണക്കാർക്കും അറിയാം മാ, ലാ, ലൻ, ലം ഇങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിൽ ലാ എന്നുള്ളത് രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്, നിഷേധത്തിനും ഉപയോഗിക്കുന്നുണ്ട്, നിരോധത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ലൻ എന്ന് പറയുന്ന പദം, ഈ അക്ഷരം നിരോധത്തിന് ഉപയോഗിച്ചത് ഖുർആൻ എവിടെയെങ്കിലും അത് നിഷേധത്തിനല്ലാതെ നിരോധത്തിന് ഉപയോഗിച്ചതായിട്ട് മുസ്തഫക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് അയാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം ഇത് വച്ചിട്ടാണ് ഈ നിരോധത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയണതെങ്കിൽ അവിടെ അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഖുർആനിൽ ലെന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള വേറെയും പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ സൂറത്ത് ബഖറയിൽ ഖുർആനെ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ്, അത് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതല്ല എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെയും മദീനയിലെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ഖുർആൻ പറയുന്നൊരു സംഗതിയുണ്ട്. ഫഇല്ലം തഫഅലു ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിന് സമാനമായ ഒരു സൂറത്തിന് സമാനമായതെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. ഖുർആനിന് സമാനമായിട്ടുള്ളതാണ് കൊണ്ടുവരേണ്ടത്, സാധ്യമല്ലേ വേണ്ട, ഒരു അധ്യായത്തിന് സമാനമായതെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞത് ഫഇല്ലം തഫഅലു, നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. എന്നിട്ട് പറഞ്ഞു വലൻ, അവിടെ ലന്നാണ് ഉപയോഗിച്ചത്, വലൻ തഫഅലു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനാവുകയില്ല. അപ്പോൾ ഈ മുസ്തഫൻ്റെ വാദം അനുസരിച്ച് നിങ്ങൾ ഖുർആൻ ആദ്യം പറയുന്നത് നിങ്ങൾ ഖുർആനിന് സമാനമായ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരണം, എന്നിട്ട് പിന്നെ ഖുർആൻ അവരോട് വിലക്കും നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ, അതിൻ്റെ രക്തമാംസാദികൾ അള്ളാഹിൻ്റെ അടുത്ത് എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ആശയം നിങ്ങൾ ബലി അർക്കണ്ട എന്നതാണല്ലോ മുസ്തഫൻ്റെ വാദം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ആ വാദം ഇങ്ങോട്ടും എടുത്തു വെക്കാമല്ലോ. ഫഇല്ലം തഫഅലു, നിങ്ങൾ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ. പക്ഷേ വലൻ തഫഅലു, നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പിന്നെ ഖുർആൻ നിരോധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിരോധിച്ചിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലും മനുഷ്യനുമാണ് ഇന്ധനം, അങ്ങനെയുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമാഹാരമാണെന്നാണോ മുസ്തഫക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയോഗം അറബി ഭാഷയിൽ എവിടെയെങ്കിലും കണ്ടെടുത്ത് പറയാൻ മുസ്തഫക്ക് കഴിയുമോ? ഇനി വേറൊരു ഉദാഹരണം, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയൂല. ആ മുസ്തഫൻ്റെ വാദം അനുസരിച്ച് ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല, നിങ്ങൾ പുണ്യം നേടേണ്ടതില്ല കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞു എന്നാണ്. ഇനി മറ്റൊരു ഉദാഹരണം, വലൻ തസ്തത്തിഉ അൻ തഅദിലു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വലൻ തസ്തത്തിഉ അൻ തഅദിലു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല.
അപ്പോൾ ഒരു ഭാഗത്ത് ഖുർആൻ നീതി പാലിക്കാൻ പറയാം, എന്നിട്ട് ഖുർആൻ പിന്നെ നിരോധിക്കുക നിങ്ങൾ നീതി പാലിക്കണ്ട കേട്ടോ. മുസ്തഫൻ്റെ വാദം അനുസരിച്ച് അങ്ങനെയാണ് ഇതിനൊക്കെ അർത്ഥം വരേണ്ടത്. അതുപോലെ തന്നെ മുബദ്ദിലൽ കലിമാത്തി, അള്ളാഹുവിൻ്റെ കലിമത്തുകൾക്ക് മാറ്റം വരുത്താവുന്ന ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിന് പുറമെ നിനക്കൊരു അഭയകേന്ദ്രവും ലഭിക്കുകയില്ല എന്നാണ്. അപ്പോൾ മുസ്തഫൻ്റെ വാദം അനുസരിച്ച് എന്താ അതിൻ്റെ അർത്ഥം? വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റൊരു അഭയകേന്ദ്രത്തെയും സ്വീകരിക്കരുത് എന്ന് നിരോധാവും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ അവർക്ക് സൂറത്ത് കഹ്ഫിൽ പറയുന്നത് ആ അടിമ, അദ്ദേഹം കണ്ടുമുട്ടിയ അടിമ ഖദിർ, അദ്ദേഹത്തോട് മൂസാ നബി ഞാൻ നത്തബിയുക അലാൻ തുഅല്ലിമനി ഹൽ അത്തബിയുക അലാൻ തുഅല്ലിമനി ഇമ്മാ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചെന്ന കാര്യം എനിക്ക് വേണ്ടി എന്നെയും പഠിപ്പിച്ചു തരണം, ഞാൻ താങ്കളെ പിന്തുടരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ലൻ തസ്തതിയ മഅയ സബ്റ, താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ലാന്ന. മുസ്തഫൻ്റെ വാദമനുസരിച്ച് എന്ത് വേണം? ലൻ തസ്തതിയ മഅയ സബ്റ, നീ എൻ്റെ കൂടെ ക്ഷമിക്കരുത് കേട്ടോ. അപ്പോൾ അറബി ഭാഷ, ഖുർആനിൽ മാത്രമല്ല അറബി ഭാഷയിൽ എവിടെയെങ്കിലും മുസ്തഫയ്ക്ക് ഇത് തെളിയിക്കാൻ കഴിയുമോ? ഉപയോഗിച്ചുകൊണ്ടുള്ള നിഷേധം അത് നിരോധത്തിന് കൂടി വന്നതായിട്ട് മുസ്തഫയ്ക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഇതിന് അദ്ദേഹത്തിന് തെളിവ് സഹിതം മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ ചപ്പടാച്ചി കൊണ്ട് കാര്യമല്ല, നമുക്ക് സ്വീകാര്യമല്ല. അദ്ദേഹത്തിന് തെളിവ് ധരിച്ചുകൊണ്ട് പ്രമാണബദ്ധമായി ഇതിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ മനസ്സിലാക്കണം, അതിൽ സംശയാലുക്കളായിട്ടുള്ള ആളുകളും മനസ്സിലാക്കണം. ഇത് മുസ്തഫ ഖുർആന് മാത്രമല്ല അറബി ഭാഷയ്ക്ക് പോലും പരിചിതമല്ലാത്ത ഒരർത്ഥമാണ് ഈ ലയനാലല്ലാഹ ലുഹൂമഹ വലാ ദിമാഉഹ എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഖുർആനോടെ പറഞ്ഞത്? നിങ്ങൾ ഈ ബലിയൊക്കെ നൽകുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മാംസവും രക്തവും അല്ല അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്നത്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതേ അവസരം അള്ളാഹിൻ്റെ അടുത്ത് എത്തുന്നത് വലാക്കിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രയോജനം അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് മാംസത്തിന് ഉപയോഗിക്കാൻ പറ്റും കവിഞ്ഞാൽ, അതിൽ കവിഞ്ഞ് അതുകൊണ്ട് ഒരു പുണ്യവും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല എന്നാണ് ഖുർആൻ ഇതിലൂടെ പറയുന്നത്. അതിനെയാണ് ഇവിടെ മുസ്തഫ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ഖുർആൻ ബലിയെ നിരോധിക്കുകയാണ് ഇതിലൂടെ ചെയ്തിട്ടുള്ളത് എന്ന് തട്ടി വീണത്. അപ്പോൾ ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗം അത് നിരോധത്തിനാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അറബി ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം നിരോധത്തിനില്ലതാനും. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം മുസ്തഫയുടെ ഈ തട്ടിപ്പിൽ പെട്ടുപോകരുത് എന്നതാണ് ശ്രോതാക്കളോട് നമ്മൾക്ക് അപേക്ഷിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.